ഒരിക്കലും താങ്കളുടെ കഴിവ് കൊണ്ടല്ല, താങ്കൾക്ക് ഈ പടം ഹിറ്റ് ആയത് താങ്കളുടെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും. അല്ല. പാവം, എല്ലാ കഴിവും കൂടി ദൈവം ഒരാൾക്ക് കൊടുക്കൂലല്ലോ. പക്ഷെ എന്റെ കഴിവ് കൊണ്ടല്ല എന്ന് പറഞ്ഞാല് ബോയ് ഫ്രണ്ടിൽ ചെയ്തു എല്ലാം പടം ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ പ്രോബ്ലം അല്ല. അങ്ങനെയല്ലല്ലോ കേട്ടത്. ഈ ഒരൊറ്റ പടം ക്ലിക്ക് ആയതുകൊണ്ട് താങ്കൾക്ക് അഹങ്കാരം കുറച്ച് വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. എനിക്കോ അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരം കാരണം താങ്കൾക്ക് ഈ പടം ക്ലിക്ക് ആയ ശേഷം താങ്കൾക്ക് കുറെ ഇന്റർവ്യൂസ് വന്നിട്ടുണ്ട്, മാഗസിൻ ആണെങ്കിലും ചാനൽസ് ആണെങ്കിലും. അതിന് I don't like your attitude. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ പുരുഷന്മാരും പരസ്ത്രീ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് താങ്കൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. താങ്കൾ പറഞ്ഞോ ഇല്ലയോ? ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ താങ്കൾ പറഞ്ഞിട്ടില്ല. താങ്കൾ ആ മാഗസിൻ വായിച്ചോ? മാഗസിൻ വായിച്ചത് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഒത്തില്ല. മാത്രമല്ല താങ്കൾ വന്ന കാലത്തുള്ള ഫിലിം താങ്കൾ ഒന്നുകൂടി കണ്ടു നോക്കി. അപ്പം ഒരുപാട് അങ്ങോട്ടേക്ക് അഹങ്കരിക്കരുത്. ഇതുവരെ കണ്ട എന്റെ മുഖം ഉണ്ടല്ലോ, അത് ഡീസന്റ് മുഖം. എന്നെ തറയാക്കലട മോനെ. അത് നിങ്ങൾ ബോയ് ഫ്രണ്ടിൽ വന്നപ്പോൾ നിങ്ങൾ ഒന്നും അല്ലായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ട്രാൻഡം ലോഡ്ജ് ചെയ്തപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ആയോ അങ്ങനെയുള്ള ചിന്ത ഒന്നുമില്ല. എനിക്ക് ഒന്നുമില്ല. ഞാൻ ഒന്നും ആയിരുന്നു, അല്ലെ ഞാൻ അങ്ങനെ ആയിരുന്നു ഇങ്ങനെയായിരുന്നു ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ, എവിടെ വായിലൊട്ടിക്കാനാ? എനിക്ക് ഇവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. താങ്കൾ ഇത്രയും നേരം സംസാരിച്ചതിലൊക്കെ ഫേവറേറ്റ് ആക്ടർ പറഞ്ഞില്ല, ഡയറക്ടർ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. എന്ത് പറഞ്ഞാലും ഞാൻ ഐ ആം ദ ഗ്രേറ്റ്, അതിനാണ് അഹങ്കാരം. ഞാൻ എന്ന ഭാവം, അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനാണ് അഹങ്കാരം, ഈ കാണിക്കുന്നതിനാണ് അഹങ്കാരം. ആം പിടിച്ച ഒരു പെങ്കൊച്ചിനെ ഇവിടെ ഇരുത്തിയിട്ട് നീ ഒരു ആർട്ടിസ്റ്റാണ്, നീ ഒരു അഹങ്കാരിയാണ്, നീ എന്തിനിവിടെ വന്നു, ഈ ഒരു ലെവലിൽ നമ്മൾ ഒരാളെ എടുത്ത് ചോദിക്കുമ്പോൾ അതല്ല അഹങ്കാരം എന്ന് പറയുന്നത്. ഇപ്പോഴാണ് എല്ലാം ഓക്കെ ആയത്. ഈ വാളെടുത്താൻ വാളാലെന്ന് പറഞ്ഞ പോലെ. താങ്കൾ ഇത്രയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയാ, കുറച്ചും കൂടി ഒന്ന് പൊളൈറ്റ് ആവാം എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്താ ഉറക്കം വരുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും